നാട്ടുകാരുടെ പ്രതിഷേധം വികസനത്തിൽ പേർ പറഞ്ഞ് അധികാരികളെ തളിപ്പറമ്പ് കുപ്പത്ത് ദേശീയപാത നിർമ്മാണ പ്രവൃത്തിക്കായി കുന്നിടിച്ച സ്ഥലത്ത് വ്യാപക മണ്ണിടിച്ചിൽ. നേരത്തെ പ്രതിഷേധം നടന്ന സ്ഥലത്ത് തന്നെയാണ് മണ്ണിടിയുന്നത്. പ്രദേശവാസികൾ ഭീതിയിലാണ്. നാട്ടുകാരുടെ പ്രതിഷേധം വികസനത്തിൽ പേർ പറഞ്ഞ് അധികാരികളെ നടപടിയെടുക്കും. കണ്ണിൽ പൊടിയല്ല വീഴേണ്ടത്. നാട്ടുകാരുടെ പ്രതിഷേധം വികസനത്തിൽ പേര് പറഞ്ഞ് ജനങ്ങളെ ദ്രോഹിക്കുന്നു. ഇവിടെ നമ്മളെ കുപ്പത്ത് ഏകദേശം 2 ദിവസത്തോളമായി ഇവിടെ മണ്ണിടിയൽ പ്രക്രിയ തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് തന്നെ നമ്മളെ മുന്നിൽ നിന്ന് ആ സൈഡിലെ മണ്ണ് മൊത്തത്തോടെ ഇടിഞ്ഞു. ഇപ്പോൾ ഇതൊരു 10 മിനിറ്റ് കൊണ്ട് ഇപ്പുറത്ത് മണ്ണ് ഇടിഞ്ഞു. മഴ പെയ്യാണ്ടാണ് ഈ അവസ്ഥ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ജനങ്ങളാകെ ദുരിതത്തിലാണ്. ഇവിടുന്ന് മണ്ണ് വെച്ച് പോകുന്ന ഇവിടുത്തെ 40ഓളം വീടുകളിൽ കയറി ആ വീട് ഉപയോഗയോഗ്യമായ അവസ്ഥയിലാണ് ഇപ്പം കാണപ്പെട്ടിരിക്കുന്നത്. അടിയന്തരമായി ജനപ്രതിനിധികൾ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയേ പറ്റൂ. കാരണം പ്രദേശവാസികൾ രാവിലെ തൊട്ട് പ്രൊട്ടസ്റ്റിലായിരുന്നു, പ്രതിഷേധം ഉണ്ടായിരുന്നു. റോഡ് തടയലടക്കം വനിതകളടക്കം വന്നുകൊണ്ട് കൃത്യമായ പ്രതിഷേധം അവർ രേഖപ്പെടുത്തിയിരുന്നു. അതിനെ തുടർന്ന് RDO അടക്കമുള്ള അധികാരികൾ ശരിക്കൊരു ഷിരൂർ ദുരന്തം ആവർത്തിക്കും. ഷിരൂർ ദുരന്തം ചിലപ്പോൾ ആവർത്തിച്ചേ. കാരണം ആ രീതി നിങ്ങൾ അങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാവും. കാരണം കൃത്യമായി സ്ലോപ്പായിട്ട് കുത്തനെയാണ് വന്നിട്ടുള്ളത്. ഒരു തട്ടായിട്ടോ അതിന് ഒരു തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. സ്വാഭാവികമായിട്ട് ഇതിൽ കൂടെ യാത്ര ചെയ്യുന്ന ഒരു വീടുകളടക്കം യാത്രക്കാരും വീടുകളടക്കം അപകടാവസ്ഥയിലാണ് നിലവിൽ. അമൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അമൽ, നിലവിലെ സാഹചര്യം എന്താണ്? ഇപ്പോഴും മണ്ണിടിച്ചിൽ തുടരുകയാണ്. അർജുൻ, തളിപ്പറമ്പ് കുപ്പത്ത് പ്രതിഷേധം ആളിക്കത്തുകയാണെന്ന് പറയേണ്ടി വരും. ഇപ്പോൾ നാട്ടുകാർ റോഡ് ഉപരോധിക്കുകയാണ്. കളക്ടറെത്തി ചർച്ച നടത്താമെന്ന് പറഞ്ഞ ഇതിനെ തുടർന്നായിരുന്നു നേരത്തെ പ്രതിഷേധം അവസാനിപ്പിച്ചിരുന്നത്. 2 മണിക്ക് കളക്ടർ എത്തുമെന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. പിന്നീട് ഇത് 4 മണിയിലേക്ക് മാറ്റി. ഇതുവരെയായും ആരും ഇവിടേക്ക് എത്തിയിട്ടില്ല. ഇതോടെയാണ് സ്ത്രീകളടക്കമുള്ളവർ വീണ്ടും ആ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നത്. ആ റോഡിൽ വാഹനങ്ങളുടെയൊക്കെ നീണ്ട നിരയാണ്. അതുപോലെ തന്നെ പ്രധാനമായും ഒരു വിഷയം എന്ന് പറയുന്നത് ദേശീയപാത നിർമ്മാണത്തിനായി കുന്നിടിച്ചിരുന്നു. അതായത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ആ മുകൾ വശത്തെ ഒരു റോഡ്, ആ റോഡിന്റെ ഭാഗങ്ങൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ താഴെ വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡിലേക്ക് ഇടിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നത്. ആ മഴ തുടങ്ങിയതേ ഉള്ളൂ ഇപ്പോൾ. അതായത് ഇപ്പോൾ ഇതാണ് സ്ഥിതിയെങ്കിൽ കാലവർഷം ശക്തിപ്പെടുമ്പോൾ എന്താവും സ്ഥിതി എന്ന് നമുക്കും ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇതുവഴി യാത്ര ചെയ്യുന്നവരുടെ ജീവൻ ഉൾപ്പെടെ വലിയ തരത്തിലുള്ള ഭീഷണിയാണ്. ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. മറ്റൊരു ഷിരൂർ ദുരന്തം ആവർത്തിക്കുമോ എന്ന ആശങ്കയാണ് ജനങ്ങൾക്ക്. ഞാൻ നേരത്തെ
നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്ത്രീകളടക്കമുള്ളവർ വീതിയകറ്റൂ, സർക്കാരെ സംരക്ഷണം നൽകൂ, സർക്കാരെ തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ മുഴക്കി റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. അതായത് ഇവിടെ നിന്നും ഒഴുകിപ്പോകുന്ന ചെളിവെള്ളം ഇവരുടെ വീടുകളിലേക്കാണ് ഒഴുകിയെത്തുന്നത്. 3ഓളം വീടുകൾ താമസയോഗ്യമല്ലാതായിട്ടുണ്ട്. പൂർവ്വസ്ഥിതിയിലാക്കണമെങ്കിൽ സ്വാഭാവികമായും ദിവസങ്ങളെടുക്കും. എന്തായാലും ഉപരോധം ഇപ്പോൾ അരമണിക്കൂറിലധികം പിന്നിട്ടിരിക്കുകയാണ്. അർജുൻ.